100 സെൻറ്റിമീറ്റർ ചുറ്റളവുള്ള വൃത്തത്തിൽ അന്തർലേഖനം ചെയ്യാവുന്ന, അതായത് ഇൻസ്ക്രൈബ് സമചതുരത്തിൻ്റെ ചുറ്റളവ് എത്ര? ഏകദേശം ചിത്രം വരച്ചിട്ടുണ്ട്. 100 സെൻറ്റിമീറ്റർ ചുറ്റളവ്, സർക്കംഫറൻസ് 100 സെൻറ്റിമീറ്റർ, സർക്കംഫറൻസ് 100 സെൻറ്റിമീറ്റർ, വൃത്തം സർക്കിൾ, വൃത്തം സർക്കിൾ. ഇതിൻ്റെ അന്തർലേഖനം ചെയ്യാവുന്ന ഉള്ളിൽ പരമാവധി വലുപ്പത്തിൽ വരയ്ക്കുക. അന്തർലേഖനം ചെയ്യുക, ഉള്ളിൽ പരമാവധി വലുപ്പത്തിൽ വരയ്ക്കുക. അപ്പോൾ വൃത്തത്തിൻ്റെ ഉള്ളിൽ ഒരു സമചതുരം വരച്ചിട്ടുണ്ട്. ആ സമചതുരത്തിൻ്റെ ചുറ്റളവ് കാണണം, പെരിമീറ്റർ കാണണം. സ്ക്വയറിൻ്റെ സമചതുരം സ്ക്വയറിൻ്റെ പെരിമീറ്റർ കാണണം. നമ്മൾ ആദ്യം വൃത്തത്തിൻ്റെ ചുറ്റളവ് സൂത്രവാക്യം, വൃത്തത്തിൻ്റെ ചുറ്റളവ് സൂത്രവാക്യം 2πr ആണ്. 2πr എത്രയാണ്? സമം 100. നമുക്കിതിന്ന് ഈ 2r ഇവിടെ നിർത്തുക. ഇവിടെയൊക്കെ ഇൻറ്റു ചിഹ്നമാണ്. അപ്പോൾ 2r അവിടെ നിർത്തി. സമം ഇൻറ്റു പൈ ഇങ്ങോട്ട് കൊടുക്കുമ്പോൾ ബൈ പൈ. അപ്പോൾ 100/π എന്ന് പറഞ്ഞു അല്ലേ. ഈ 2r എന്താ? ആരത്തിൻ്റെ ഇരട്ടി. 2r റേഡിയസിൻ്റെ ഇരട്ടി. റേഡിയസിൻ്റെ ഇരട്ടി എന്താ? വ്യാസം. അപ്പോൾ വൃത്തത്തിൻ്റെ വ്യാസമാണ് ഇത്. വൃത്തത്തിൻ്റെ വ്യാസം എന്ന് പറഞ്ഞാൽ ഇതാണ് അല്ലേ. കേന്ദ്രം നമ്മൾക്ക് ഈ ഒരറ്റം വരെ ആരമാണ്. ഇവിടെ നമ്മൾക്ക് ഇതുവരെ ആരമാണ്, ഇവിടെ നമ്മൾക്ക് ഒരു വരെ ആരാണ്. അപ്പോൾ ഇത് രണ്ടും കൂടി ചേർന്നതോ വ്യാസമാണ്. അപ്പോൾ നമുക്ക് ഇത് കിട്ടി, വൃത്തത്തിൻ്റെ വ്യാസം കിട്ടി. വൃത്തത്തിൻ്റെ ഡയമീറ്ററാണ് ഇത് അല്ലേ. വൃത്തത്തിൻ്റെ ഡയമീറ്ററാണ്. അതേസമയമോ സ്ക്വയറിൻ്റെ ഡയഗണലാണ്, സ്ക്വയറിൻ്റെ വികരണമാണ്. അപ്പോൾ സ്ക്വയറിൻ്റെ വികരണമാണ് നമുക്ക് ഈ കിട്ടിയത്. എത്ര? 100/π. സ്ക്വയറിൻ്റെ വികരണം തന്ന വശം കാണാൻ, സ്ക്വയറിൻ്റെ വശം കാണാൻ എന്താ സൂത്രവാക്യം? A = d/√2. വില കൊടുക്കുക. ഡി എത്രയാണ്? 100/π/√2. നമുക്ക് ഈ √2 അടിയിൽ വേണമെങ്കിൽ ബൈ 1 ഇടാം. അപ്പോൾ എന്താ ചെയ്യുക? 100/π ഇൻറ്റു ഇതിൻ്റെ റെസിപ്രോക്കൽ കൊടുക്കുക 1/√2. അപ്പോൾ എന്ത് വരും? 100 × 1 100/√2π. നമുക്ക് സെൻറ്റിമീറ്റർ എന്ത് കിട്ടി? വശം കിട്ടി. എന്താ കാണേണ്ട? ചുറ്റളവ്, സമചതുരത്തിൻ്റെ ചുറ്റളവ്, സ്ക്വയറിൻ്റെ പെരിമീറ്റർ. സൂത്രവാക്യം 4a. വില കൊടുക്കുക. 4 ഇൻറ്റു വശം എത്രയാണ്? 100/√2π. നമുക്ക് ഈ 4നെ എന്തെഴുതാം? 2 × 2 എന്ന് എഴുതാം. 4നെ 2 × 2 ഇൻറ്റു 100/√2π. ഇതിലത്തെ ഈ √2നെ നമുക്ക് എന്തെഴുതാം? √2 × √2. 2നെ √2 × √2 ഇൻറ്റു എന്തെടാ? 2 × 100/√2π. ഇപ്പോൾ എന്ത് ചെയ്യാം? നമുക്ക് ഒരു √2 വെട്ടി പോയിട്ട് 100 × 2 200 √2π സെൻറ്റിമീറ്ററാണ് ഉത്തരം.